അതായത് ചില കുട്ടികൾക്ക് ഫാർമക്കോളജി പാടായിരിക്കും, ചിലർക്ക് ഫാർമക്കോളജി എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും, ചിലർക്ക് കെമിസ്ട്രി പാടായിരിക്കും. അപ്പൊ സിലബസിൽ ഏതൊക്കെ സബ്ജക്ട്സ് വരുന്നുണ്ട്, ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഓരോ സെമ്മിലും അല്ലെങ്കിൽ ഓരോ ഇയറിലും വരുന്നത് എന്നുള്ളത് കൺസെപ്ച്വൽ ക്ലാരിറ്റി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ കേൾക്കുന്ന പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സസ്, അതുപോലെ തന്നെ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള രീതിയിലുള്ള ക്ലാസ്സുകളായിരിക്കും. അതായത് എല്ലാ ടോപ്പിക്സും. ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു വിജൂസ് ഇന്റർനാഷണൽ അക്കാഡമി. ഇപ്പൊ നമ്മള് ഫാർമസി ബി ഫാം ഉണ്ട്, ഡി ഫാം ഉണ്ട്, ഫാം ഡി ഉണ്ട് അല്ലെ. അപ്പൊ ഓരോ സ്റ്റുഡൻസിനും ഓരോ സബ്ജക്ട്സിനോടുള്ള ഒരു പെർസ്പെക്റ്റീവ് ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. അതായത് ചില കുട്ടികൾക്ക് ഫാർമക്കോളജി പാടായിരിക്കും, ചിലർക്ക് ഫാർമക്കോളജി എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും, ചിലർക്ക് കെമിസ്ട്രി പാടായിരിക്കും, ചിലർക്ക് കെമിസ്ട്രി ബുദ്ധിമുട്ടായിരിക്കും, ചിലർക്ക് കോഗ്നസി പഠിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും, പക്ഷെ ചിലർക്ക് അത് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ സ്യൂട്ടിക്സ് നല്ല തിയറി ബേസ്ഡ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് ആയതുകൊണ്ട് തന്നെ ചിലർക്ക് പഠിക്കാൻ ഭയങ്കര ഒരു ഇഷ്ടക്കുറവുണ്ടായിരിക്കും, പക്ഷെ ചിലർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലെ. അപ്പൊ ഓരോ സ്റ്റുഡൻസിനും ഓരോ സബ്ജക്ട്സിനടുത്തുള്ള ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ അത് ഡിഫറെന്റ് ആണ്. എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കണം എന്നില്ല. അപ്പൊ നമ്മുടെ ഫാർമസിയിലെ മെയിൻ ബേസിക് ആയിട്ടുള്ള സബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ഈ ഫാർമക്കോളജി, ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി, ഫാർമക്കോഗ്നസി, അതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക്സ്. പിന്നെ ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്ത് പോകുന്ന ടൈപ്പ് ഓഫ് സബ്ജക്ട്സ് ആണ് അല്ലെ. ഇയർ ബാച്ചുകാർക്കാണെങ്കിൽ മെയിൻ ആയിട്ടും 4 ഇയർ ആണ് വരിക, പിന്നെ സെം ആണെങ്കിൽ 8 സെം ആണ് വരിക. അപ്പൊ സബ്ജക്ട്സ് കുറച്ചും കൂടി സെമസ്റ്റർ ബാച്ചുകാർക്ക് കുറച്ചും കൂടി കൂടുതലാണ്. ഇയർ ബാച്ച് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, കമ്പാരിറ്റീവ്ലി കൂടുതൽ സബ്ജക്ട്സ് വരുന്നത് സെംകാർക്കാണ്. സോ ഇതെങ്ങനെ നമുക്ക് കൃത്യമായിട്ട് പഠിക്കാം, എങ്ങനെ നല്ല മാർക്സ് സ്കോർ ചെയ്യാം എന്നുള്ളതൊക്കെ നമുക്കൊന്ന് നോക്കിയാലോ. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ എന്താണ്, നമ്മളൊരു സബ്ജക്ട് എടുക്കുമ്പോൾ ആ സബ്ജക്റ്റിന് അകത്ത് നമ്മൾ സിലബസ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ സിലബസിൽ ഏതൊക്കെ സബ്ജക്ട്സ് വരുന്നുണ്ട്, ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഓരോ സെമ്മിലും അല്ലെങ്കിൽ ഓരോ ഇയറിലും വരുന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. അപ്പൊ അതിൽ പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് വെച്ചാൽ കുറച്ച് വെയിറ്റേജ് ഉള്ള ചില ടോപ്പിക്സ് ഉണ്ടായിരിക്കുമല്ലോ. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു വരുന്ന കുറച്ച് ഏരിയാസ് ഉണ്ടായിരിക്കുമല്ലോ. അതായത് ഇപ്പം എന്താ പറയാ, ഇപ്പൊ നമ്മൾ കാർഡിയോവാസ്കുലർ എടുത്താൽ കാർഡിയാക് സൈക്കിള് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. 10 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് അങ്ങനെ കുറെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മളൊന്ന് നോക്കിയാൽ മാത്രമാണ് നമുക്ക് ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്നുള്ളൊരു ഐഡിയ കിട്ടുള്ളൂ. സോ അങ്ങനെയുള്ള ടോപ്പിക്സ് എന്താണ്, കുറച്ചും കൂടി ശ്രദ്ധ അങ്ങനെയുള്ള ടോപ്പിക്സിന് കൊടുക്കുക. ചിലപ്പോൾ നമ്മൾ ഒട്ടും എന്താ പറയുക ചോദിക്കാത്ത ടോപ്പിക്സ് ചിലപ്പോൾ വന്നെന്ന് വരാം. അത് ഓരോ ഇയറും അല്ലെങ്കിൽ ഓരോ എക്സാമും എന്താണ് അത് ഡിഫറെന്റ് ആയിരിക്കും. എന്നാലും കോമൺ ആയിട്ട് എന്താണ് ഇതുപോലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാക്സിമം അതൊന്ന് കളക്ട് ചെയ്ത് നമ്മുടെ കയ്യിൽ വെച്ചോളുക. ഓക്കെ, അതിനുശേഷം എന്താണ് അതിനകത്തുള്ള ഓരോ ടോപ്പിക്സും ഇപ്പൊ നമ്മുടെ ടോപ്പിക്ക് തന്നെ ഫസ്റ്റ് എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ കളക്ട് ചെയ്ത് വെക്കുക. അടുത്തത് എന്താണ്, അടുത്തത് നമ്മുടെ ഓരോ ടോപ്പിക്കിനകത്തും വരുന്ന ഇപ്പൊ ഒരു സബ്ജക്ട് എടുക്കുവാണെങ്കിൽ അതിനകത്ത് കുറെ യൂണിറ്റ്സ് ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ഓരോ യൂണിറ്റിലും ഏതൊക്കെ ടോപ്പിക്സ് ആണ് വരുന്നത്, അപ്പൊ ആ ടോപ്പിക്സിനെ കുറിച്ചിട്ട് കൃത്യമായിട്ട് ഒരു ധാരണ നമുക്ക് ഉണ്ടാവണം. ഇപ്പൊ നമുക്ക് തരുന്ന നോട്ട്സിന് നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അങ്ങനെ തന്നെ ബൈ ഹാർട്ട് ചെയ്ത് എക്സാമിന് പോവാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുമോ? എക്സാമിന് ഇല്ല. കാരണം നമുക്ക് ആ ഒരു കൺസെപ്റ്റ് മനസ്സിലായാലാണ് നമുക്ക് അത് നമ്മുടെ പേപ്പറിൽ നല്ല രീതിക്ക് പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ നമ്മളൊരു ടോപ്പിക്ക് അങ്ങനെ തന്നെ ബൈ ഹാർട്ട് ചെയ്ത് പോവാണെങ്കിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സാമിന് ഇരിക്കുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെ പഠിച്ചാണ് പോകുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു വേർഡിൽ നമ്മളൊന്ന് സ്റ്റോപ്പ് ആയി പോവാണെങ്കിൽ പിന്നെ നമ്മൾ ബ്ലാങ്ക് ആവും. പിന്നെ എന്താണ് അടുത്തത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് ആയിരിക്കും. അപ്പൊ നമ്മൾ പാനിക് ആവും. പിന്നെ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസിനെയും അത് അഫക്ട് ചെയ്യും. ഒരു എക്സാം പാടായി കഴിഞ്ഞാൽ പിന്നെ അടുത്ത വരുന്ന എക്സാംസിനെ എല്ലാം അത് അഫക്ട് ചെയ്യും. അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ എക്സാം ആകെ കൂടെ ഒരു അവിയൽ പരിവായി പോകും അല്ലെ. അപ്പൊ ആ ഒരു ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്, എല്ലാ ടോപ്പിക്സിനെ കുറിച്ചിട്ടും കൃത്യമായിട്ടൊരു ധാരണ, നമുക്ക് ബേസിക് ആയിട്ട് എന്താണ് ഒരു ഫൗണ്ടേഷൻ വേണം. കൺസെപ്റ്റ് അല്ലെങ്കിൽ കൺസെപ്ച്വൽ ക്ലാരിറ്റി ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ പ്ലസ് ടു വരെയും പഠിച്ച കാര്യങ്ങളൊന്നുമല്ല, നമ്മളൊരു പ്രൊഫഷണൽ കോഴ്സിന് ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും എന്താണ് നമ്മൾ അതുവരെയും പഠിച്ച കാര്യങ്ങളൊക്കെ സൈഡ് ആക്കിയിട്ട് വേറെ കുറെ പുതിയ ടേംസും പുതിയ കൺസെപ്റ്റ്സും, എസ്പെഷ്യലി ഇപ്പൊ നമ്മൾ ഫാർമസിയിലേക്ക് ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ ആദ്യമായിട്ട് ആ കോഴ്സിന് ജോയിൻ ചെയ്യുന്ന ഒരാൾ, ഇപ്പം ചിലപ്പോൾ ഇഷ്ടപ്പെട്ട് കോഴ്സ് എടുത്ത ആൾക്കാരുണ്ടാവും, ഇഷ്ടപ്പെടാതെ കോഴ്സിന് ജോയിൻ ചെയ്ത ആൾക്കാരുണ്ടാവും. രണ്ടാണെങ്കിലും എന്താണ് നമ്മൾ ആദ്യമായിട്ട് ക്ലാസ്സിനിരിക്കുമ്പോൾ ഫാർമകോപ്പിയ അത് എന്താണ്, ആ ഒരു ടേം എന്താണ് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുവാണ് അല്ലെ. അതുപോലെ അതിന്റെ സ്പെല്ലിംഗ് ഇപ്പൊ നമുക്ക് അത് കേട്ട് ഫാർമകോപ്പിയുടെ സ്പെല്ലിംഗ് ഒക്കെ തറവായിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുമ്പോൾ ആ സ്പെല്ലിങ്ങിലുള്ള ഒരു ഡിഫറൻസും, അതായത് നമ്മളത് പ്രൊനൗൺസ് ചെയ്യുന്ന പോലെ അല്ലല്ലേ അതിന്റെ ഒരു സ്പെല്ലിംഗ് വരിക. അപ്പോൾ അതെന്താണ്, അങ്ങനെ കുറച്ച് പുതിയ ടേംസ്. അപ്പോൾ കൺസെപ്ച്വൽ ക്ലാരിറ്റി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ കേൾക്കുന്ന പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള ഒരു കൃത്യമായിട്ട് ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കി നമ്മൾ ആദ്യം തന്നെ എടുക്കുക. അതുപോലെ എന്താണ് ഹാർഡ് വർക്കും ഉണ്ട്, സ്മാർട്ട് വർക്കും ഉണ്ട്. ചില കുട്ടികൾക്ക് ഇങ്ങനെ കഷ്ടപ്പെട്ട്
പഠിക്കുന്ന കുറച്ച് കുട്ടികളുണ്ടാവും. ചിലർക്ക് എന്താണ് ആ എക്സാമിന്റെ തലേന്ന് നോക്കിയാൽ മാത്രം അത്രമാത്രം നോക്കിയാൽ മതി, പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവും. ഇപ്പൊ 2 ടൈപ്പ് ഓഫ് ആൾക്കാരും ഉണ്ട്. അപ്പോൾ നമ്മൾ ഏത് കാറ്റഗറിയിൽ പെടുന്നതാണ് നമ്മൾ തന്നെ ഐഡന്റിഫൈ ചെയ്യുന്നത്. നമുക്ക് അത്രത്തോളം എഫേർട്ട് ഇട്ടാലാണ് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ, നമ്മൾ അത്രത്തോളം എഫേർട്ട് ഇടണം അല്ലെ. നമ്മൾ എഴുതി പഠിക്കുക, കുറച്ചും കൂടി വായിച്ചു പഠിക്കുക, കുറച്ചും കൂടി എക്സ്ട്രാ ടൈം നമുക്ക് വേണ്ടി വരും. സോ നമ്മൾ ഏത് കാറ്റഗറിയിലാണ് നമ്മൾ ആദ്യം തന്നെ ഐഡന്റിഫൈ ചെയ്യണം. അതുപോലെ അതനുസരിച്ച് എന്താണ് മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതായത് ഏറ്റവും നമ്മൾ എന്താ പറയാ കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ അത്രത്തോളം നമുക്ക് തന്നെ ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതൊക്കെ ഏരിയാസ് ആണ് ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത്, 10 മാർക്കിന് കൂടുതൽ ചോദിച്ചിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണ്, 5 മാർക്കിന് ഏതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്, 3 മാർക്കിന് ഏതൊക്കെയുള്ളതാണ്. ഞാൻ 5, 10, 3 ഒക്കെ പറഞ്ഞപ്പോൾ സെമ്മിന് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വേറെയാണ്, ഇയർ വൈസിന്റെ ഡിസ്ട്രിബ്യൂഷൻ വേറെയാണ്. ഇയറിന് 10ഉം 5ഉം ആണ്, മറ്റവർക്ക് 10 വരുന്നുണ്ട്, 5 വരുന്നുണ്ട്, 3 വരുന്നുണ്ട്, ഡിഫറെന്റ് ആണ് അല്ലെ. ഡിപ്ലോമയ്ക്ക് ആണെങ്കിലും 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്, 2 മാർക്ക് വരുന്നുണ്ട്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ കൃത്യമായിട്ട് നമ്മൾ അനലൈസ് ചെയ്തിട്ട് ഇത്രയും മാർക്സിനൊക്കെ ഏതൊക്കെ ടോപ്പിക്സിൽ നിന്നാണ് കൂടുതൽ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളത് എന്നുള്ള ഒരു ഐഡിയ കൂടി നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. പിന്നെ അടുത്താണ് കോൺഫിഡൻസ്. മിക്ക കുട്ടികൾക്കും ഇപ്പം അതായത് സപ്ലിമെന്ററി എഴുതാനായിട്ട് ഇരിക്കുന്ന 2-3 സ്റ്റുഡൻസിനെയൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ അവർക്ക് ഭയങ്കര ടെൻഷനാണ്. എങ്ങനെയാണ് പഠിച്ച കാര്യങ്ങൾ എഴുതുക. ചിലപ്പോൾ അവർ പഠിച്ചിട്ടുണ്ടാവും, എത്ര പഠിച്ചിട്ടും ചിലപ്പോൾ കിട്ടാത്ത കുട്ടികളുണ്ടാവും അല്ലെ. അതായത് കോൺഫിഡൻസ് ഇല്ലായ്മയാണ്. നമ്മൾ ആദ്യം തന്നെ നമ്മൾ കോൺഫിഡന്റ് ആണ്, നമ്മളെ കൊണ്ട് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും, നമ്മൾ നന്നായിട്ട് എക്സാം എഴുതും എന്നുള്ളൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ആൻഡ് കോൺഫിഡൻസ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. ഓക്കെ, അത് ചിലപ്പോൾ ആദ്യം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് പാടായിരിക്കും. കാരണം ഇത്രയും സബ്ജക്ട്സ്, ഇത്രയും സ്ട്രക്ചേഴ്സ്, ഇപ്പൊ മെഡിസിനൽ കെമിസ്ട്രി ഒക്കെ എടുക്കുമ്പോൾ ഇത്രയും സ്ട്രക്ചേഴ്സ് വരുന്നുണ്ട്, ഫാർമക്കോളജി ഇത്രയും ഡ്രഗ്സ് പഠിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ആ ഒരു എക്സാം ടൈമിൽ എനിക്ക് ഓർമ്മ ഉണ്ടാകുമോ എന്നോർത്ത് ടെൻഷൻ അടിച്ച് നമ്മൾ ബ്ലാങ്ക് ആയി പോകും. അപ്പൊ അങ്ങനെ ഒരു ടെൻഷനും വേണ്ട. കൃത്യമായിട്ട് നമ്മൾ പഠിച്ച് അത് റിവൈസ് ചെയ്ത് ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്ത് നമ്മൾ എക്സാമിന് പോവുകയാണെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് എക്സാം എഴുതാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതുപോലുള്ള ഡ്രോബാക്സ് നമുക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ റെക്ടിഫൈ ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുവാണ്. കാരണം നമുക്ക് വന്നിട്ടുള്ള ഡ്രോബാക്സ് വരരുത് എന്നുള്ളൊരു രീതിയിലാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. അപ്പൊ റിവിഷൻ ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഫാർമക്കോളജിക്ക് നമ്മൾ പഠിക്കുന്ന സമയത്ത് സ്റ്റഡിയിലൊക്കെ കിട്ടുമ്പോൾ നമ്മൾ എന്താണ് അടിപൊളിയായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടാവും. പിന്നെ നമ്മളത് റിവൈസ് ചെയ്യുന്നില്ല. പിന്നെ ആ ഒരു എക്സാമിന് ഒരു 2 ദിവസം മുന്നേ നമ്മൾ ആ ത്രിപാഠിയുടെ ടെസ്റ്റ് ഒക്കെ ഒന്ന് നോക്കുമ്പോഴത്തേക്കും, ആ നോട്ട്സ് ഒക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും എല്ലാം നമുക്ക് ഫ്രഷ് ആയിട്ടായിരിക്കും തോന്നുക. അപ്പൊ ആ ഒരു തോന്നൽ വരാതിരിക്കാൻ മാക്സിമം ടൈം എന്താണ് നമ്മൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്താണ് ഒരു ബെറ്റർ അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് റിസൾട്ടിലേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. നമ്മുടെ എജൂസ് അക്കാഡമി ഫാർമസിയുടെ ട്യൂഷൻ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കോഴ്സ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സസ്, അതുപോലെ തന്നെ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള രീതിയിലുള്ള ക്ലാസ്സുകളായിരിക്കും. അതായത് എല്ലാ ടോപ്പിക്സും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുള്ള ക്ലാസ്സിന്റെ സമയത്ത് തന്നെ ഫാക്കൽറ്റീസ് പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ എക്സാം അടുക്കുന്ന സമയത്ത് എന്താണ് നമ്മുടെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണിൽ നമ്മൾ പ്രാക്ടീസ് ടെസ്റ്റുകളും മോക്ക് ടെസ്റ്റുകളൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ എന്താണ് മെന്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ അതുപോലെ എന്തെങ്കിലും ഡൗട്ടോ എന്തോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെ എന്താണ് ആ ഡൗട്ട്സ് കേട്ട് സോർട്ട് ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഓരോ ക്ലാസ്സിന്റെ കൂടെ തന്നെ അതിന്റെ എക്സാം നോട്ട്സും കൂടി നമ്മൾ തരുന്നുണ്ട്. അതിനകത്ത് തന്നെ 10 മാർക്കിന് കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളതും 5 മാർക്കിന് ചോദിച്ചിട്ടുള്ളതും അല്ലെങ്കിൽ 3 മാർക്കിന് ചോദിച്ചിട്ടുള്ളതുമായ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ പ്രോപ്പർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. അതുപോലെ തന്നെ PDF നോട്ട്സ്, നമ്മുടെ ഈ ക്ലാസിന്റെ നോട്ട്സ് തന്നെ നിങ്ങളുടെ ആപ്പിലും അപ്ലോഡ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പൊ അനാറ്റമി അല്ലെങ്കിൽ എന്താ പറയാ ചില ടോപ്പിക്സ് ഒക്കെ നമുക്ക് വീഡിയോസ് കണ്ട് നമ്മൾ പഠിക്കുവാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാവില്ലേ. ഓർഗൻ സിസ്റ്റംസ് അല്ലെങ്കിൽ എന്താ പറയാ ഒരു മെക്കാനിസം, ഓരോ പ്രോസസ്സിന്റെയും മെക്കാനിസംസ്, ഇതൊക്കെ നമ്മൾ കുറച്ചുകൂടി വിഷ്വലി നമ്മൾ കണ്ടു പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ഈസി ആയിട്ട് ഓരോ പോയിന്റ്സ് നമുക്ക് ഗ്രാസ്പ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ കേട്ട് പഠിക്കുന്നതും കണ്ടു പഠിക്കുന്നതും എഴുതി പഠിക്കുന്നതും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് അല്ലെ. നമ്മൾ കേൾക്കുന്നതിനേക്കാളും കുറച്ചുകൂടി നമുക്ക് എഫക്റ്റീവ് നമ്മൾ കാണുന്നതാണ് അല്ലെ. കണ്ടു പഠിക്കുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി നമ്മൾ ഉള്ളിൽ നിൽക്കും. അപ്പൊ വിഷ്വലി ഉള്ള ആനിമേറ്റഡ് വീഡിയോസ് ക്ലാസ്സുകളിൽ അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ് ഇതുപോലെയുള്ള മെന്റർ സപ്പോർട്ടും ഫാക്കൽറ്റി സപ്പോർട്ടൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എക്സാം ഓർത്ത് നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട. പിന്നെ ലൈക്ക് 9 to 5 അല്ലെങ്കിൽ 9 to 4 നമ്മുടെ കോളേജ് ടൈം ആണ് അല്ലെ. അപ്പൊ അതിനുശേഷം എങ്ങനെ നമ്മുടെ ടൈം എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ള, ഇപ്പൊ നമുക്ക് അതല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ പുറത്തു പോകാം, ഫ്രണ്ട്സ് ആയിട്ട് പോകുന്നുണ്ടാവും, കോളേജിൽ പഠിക്കുന്ന ടൈമാണ് അല്ലെ. അപ്പൊ നമുക്ക് ഫ്രണ്ട്സ് ആയിട്ട് പുറത്തു പോകാൻ സമയം വേണം, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലൊക്കെ നമ്മുടെ വീട്ടിൽ പോകണം. ഇപ്പൊ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന കുട്ടികൾ ഹോസ്റ്റലേഴ്സ് ആണെങ്കിൽ വീട്ടിൽ പോകാൻ വേണ്ടി ഒരു ടൈം വേണം. അപ്പൊ അതെല്ലാം അല്ലാതെ കുറച്ച് സമയം നമ്മൾ പഠിത്തത്തിന് വേണ്ടിയിട്ട് തന്നെ മാറ്റി വെക്കുക. അതിപ്പോ നമ്മൾ എത്ര
പറഞ്ഞാലും അത് ചിലപ്പോൾ അത്ര എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് തോന്നത്തില്ല. പക്ഷെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഒരു ദിവസം നമ്മളൊരു ടോപ്പിക്ക് പഠിക്കണം എന്ന് ഡിസിഷൻ എടുക്കുവാണെങ്കിൽ അന്ന് തന്നെ മാക്സിമം ആ ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക. അതിനുശേഷം ഓൾട്ടർനേറ്റ് ഡേയ്സിലായിട്ടൊന്ന് റിവൈസ് ചെയ്യാനായിട്ടൊക്കെ മാക്സിമം ശ്രമിക്കുക കേട്ടോ. ഒരു പ്രോപ്പർ ടൈം ടേബിൾ നിങ്ങൾ ആദ്യം തന്നെ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം അത് സ്ട്രോങ് ആയിട്ട് ആ ഒരു ടൈം ടേബിൾ സ്റ്റിക്ക് ഓൺ ചെയ്യുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം എന്താണ്? കോൺഫിഡൻസ് ആണ്. സെൽഫ് കോൺഫിഡൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ്. കാരണം നമ്മൾ കോൺഫിഡൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ എക്സാം നന്നായിട്ട് എഴുതാൻ വേറൊരു ഹെൽപ്പും നമുക്ക് ഉണ്ടാവത്തില്ല. നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമുക്കിത് എഴുതാൻ പറ്റും, നമ്മളൊന്നും മറക്കത്തില്ല എന്ന് നമ്മൾ തന്നെ എന്താണ് സ്വന്തമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ്, വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ പറയുന്ന കാര്യമായിരിക്കും ശരിക്കും പ്രാക്ടിക്കലായിട്ട് നടക്കാനായിട്ട് പോകുന്നത്. സോ മാക്സിമം ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്തെടുക്കുക. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു ഡ്രോബാക്സ് ആണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അതായത് ആ ഡ്രോബാക്സ് നിങ്ങൾക്ക് വരരുത് എന്നുള്ളൊരു ആഗ്രഹത്തോടെയാണ് ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ട്യൂഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് എക്സാംസിന് അറ്റൻഡ് ചെയ്യുന്നവർ ഇതിന് ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ ട്യൂഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഈ കോഴ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്നവർ ഈ തന്നിട്ടുള്ള കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നന്നായിട്ടൊക്കെ പഠിക്കുക. നമ്മൾ എന്തായാലും ഒരു കോഴ്സിൽ ജോയിൻ ചെയ്തു, ഇനി എത്രയും എന്താ പറയുക അടിപൊളിയായിട്ട് അത് മാർക്സ് സ്കോർ ചെയ്ത് ടോപ്പ് സ്കോറർ ആയിട്ട് പഠിച്ചിറങ്ങണം എന്നുള്ളത് മാത്രമായിരിക്കണം നമ്മുടെ ഉള്ളിലെ ഗോൾ എന്ന് പറയാം. ഓക്കെ, സോ ബെസ്റ്റ് വിഷസ് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു.